സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗീതം പാടുകയായി ഹേ രാമാ കാതരയായി ചാരികയായി സാഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ കാണ്ഡം തേടി സീതാഹൃദയം തേങ്ങി ആരണ്യകാണ്ഡം തേടി സീതാഹൃദയം തേങ്ങി വാത്മീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നു വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സരി 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 രി നി രി 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 നി മദരി സരി ഗരി രി രി ഗരി രി രി ഗരി രി ഗരി ഗ ഗരി രി ഗ ഗരി സരി ഗ മ പദ പ പ പദ പ പ പദ പ പദ പ സ സ ദ ദ മദനി സ സരി സ സരി സ സരി സ സരി ഗ ഗരി രി ഗ ഗരി രി മദനി ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമ ജയ രഘുരാമ ജയ ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിളർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗ തീവ്ര താളമേകി മാരുതിയാ ഗളഗന്ധ സൂന ധൂപ ദീപ കലയായി മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരും സാമകാല ലഹരിയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ അബി എന്തൊക്കെണ്ടായേ? ഓക്കെ അല്ലേ നീ? ശ്വാസം മുട്ടി മരിച്ചു. രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ടഫായിരിക്കും, കാരണം അത്ര അധികം പാട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാട്ട് തന്നെ നീ സെലക്ട് ചെയ്തത്? അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഈ പാട്ട് പാടി ഈ സ്റ്റേജിൽ പാടണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. ഒരു നാൾ ഞാൻ രവീന്ദ്ര സംഗീതോത്സവം പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ സുഗമോ ദേവിയാണ് ഞാൻ പാടിയെന്ന്. അന്ന് അമ്മ പറഞ്ഞ സ്റ്റോറി അല്ലേ? അന്ന് ഞാൻ തൊണ്ട അടിച്ച് പാടാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ തൊട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് ഈ പാട്ട് പാടണമെന്നുള്ള അപ്പൊ തൊട്ടുള്ള അവന്റെ ആഗ്രഹമായിരുന്നു. അത് അവൻ സൂപ്പർ സ്റ്റാറിൽ ആ ആഗ്രഹം അങ്ങോട്ട് തീർത്തു. പക്ഷെ അടിപൊളിയായിരുന്നു. സൂപ്പർ ആൻഡ് ഓർക്കസ്ട്ര സൂപ്പർ നൈസ്. ഓക്കെ, അപ്പൊ നമുക്കിനി ചോദിച്ചു നോക്കാം. ശരത് സാർ. മക്കളെ, എന്തോ സാർ? മനോഹരമായ ഒരു പാട്ട്. മോൻ അത് വളരെ നന്നായിട്ട് തന്നെ പാടിയടാ. താങ്ക് യു സാർ. മോൻ ഈ ഫിലിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിട്ടാണ് ഞാൻ. കണ്ടിട്ടില്ലെന്ന് പറഞ്ഞെങ്കിൽ കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിറ്റുവേഷൻ
ഒരു വല്ലാത്ത സിറ്റുവേഷൻ അല്ലേ? ആ എന്ത് തോന്നി? അങ്ങനെ ഒരു അവസരത്തിൽ ഒരാൾക്ക് പാടാൻ പറ്റുമോ? ഇല്ലില്ല. അപ്പോൾ അത് അദ്ദേഹം അഭിനയിച്ചേക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ. എൻ്റെ ദൈവമേ, അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യനില്ല. വേറെ അത് ഇമാരൊന്നും അത് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ട്. ആ ടെൻഷൻ, ഒരു വല്ലാത്തൊരു ഞെരുക്കമുള്ള സിറ്റുവേഷനാണ്. അത് അദ്ദേഹത്തിനെ പറ്റൂ. നമ്മൾ പറയും നമ്മുടെയൊക്കെ ഒരു അഭിമാനമാണ് ശ്രീ മോഹൻലാൽ, വേറൊന്നും പറയാനില്ല. നമ്മുടെയൊക്കെ ചങ്കണ്ണാച്ചി. അപ്പൊ മോനെ, ഉഗ്രം പാട്ട് രവീന്ദ്ര മാഷിന്റെ. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ, ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കട്ടെ. ഇതിന്റെ മ്യൂസിക് രവീന്ദ്ര മാഷ്, ലിറിക്സ് കൈതപ്രം സാറ്, സിനിമ ഭരതം, പാടിയത് യേശുദാസ്. അതങ്ങ് വിട്ടത്, മക്കളെ മനോഹരമായിട്ട് മക്കൾ പാടി. ഇപ്പൊ ഈ ആലാപ്പ് മോനെ, അത് എന്താ പറയണ്ടേ, ആ ലാസ്റ്റില് അത് കുറച്ചും കൂടെ ശരിയാക്കാം. ഈ രാമകഥ അതൊന്ന് പാടാമോ? രാമകഥാഗാനലയം മംഗളം. അങ്ങനൊരു ഫീൽ ആവരുത്. അത് പെപ്പി അല്ലത്, അതുമല്ല ഈ താളവും അല്ല, അല്ലേ? അപ്പൊ ആ ചതുരസ്വരത്തിൽ അത് അങ്ങനെ സിംഗപ്പേറ്റ് ചെയ്തേക്കുന്നേ ഉള്ളു. അപ്പൊ ഈ രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ. അമ്മനൊന്നും പാടാമോ അത്? രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ. ഓക്കെ അതൊക്കെ ഓക്കെ മോനെ, അതൊക്കെ ഓക്കെ. പിന്നെ ആ സ്വരം പാടുന്നൊരു മദനിരി സാരി സരി 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 സരീരി നീ മദനി സരി. അതാ മദനിസ, മദനിസ. അത് കേക്കട്ടെ മോനെ. അപ്പൊ അതുപോലെ മാരുതിയായി, കാര്യം ഞാൻ വെച്ചേക്കുന്ന കാറ് മാരുതിയാടാ, അതുകൊണ്ടാ. അത് പാടാമോ? പാറു, നീ അത് എടുക്കരുത് ഹൃദയത്തിലേക്ക്, ദയവ് ചെയ്ത് പ്ലീസ്. ക്രിഞ്ചാന്നും പറയരുത്, സഹിക്കുക. താങ്ക് യുടാ. മാരുതിയാ മോനെ, അതൊന്ന് ഒറ്റ ശ്വാസത്തിൽ, ഒരു ചളക്കമൊന്നും ഇല്ലാതെ, ആക്സിഡന്റ് ആവാത്ത ഒരു മാരുതി ആയിരിക്കണം കേട്ടോ. ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗ തീവ്ര താളമേ മാരുതിയാ. മതി മക്കളെ, അതേ ഉള്ളു കേട്ടോ മൊത്തത്തിൽ. കാര്യം ഇതെന്തൊരു പാട്ടാണ്. കാര്യം ഇങ്ങനെയൊക്കെ ഉള്ള പാട്ടിന് പകരം അങ്ങനെ ഒരു പാട്ടേ ഉള്ളൂ മോനെ. ഈ പഴയ ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ദേവരാമാഷ്, ഒരാളെ പറയല്ല, ദേവരാമാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, എല്ലാവരും അന്ന് ചെയ്തിട്ടുള്ള എല്ലാ രചൻസും, അവർ നമുക്ക് മലയാള സിനിമാ സംഗീതം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ ആ വഴി പിന്തുടരുന്നതാണ്. അതിലൊക്കെ ചേഞ്ചസ് വന്ന് എന്താ ഈ പരിണാമം, നമ്മൾ കുരങ്ങന്മാരായിട്ടിരുന്നതല്ലേ, അപ്പോൾ അത് ഇങ്ങനെ ആയി ഇപ്പോൾ വാച്ചൊക്കെ കെട്ടിയിരിക്കുകയല്ലേ എന്നിട്ട് കുരങ്ങൻ ടീഷർട്ടൊക്കെ ഇട്ട്. അപ്പോൾ അത് പരിണാമമാണ്. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് മനുഷ്യനാവുന്നത് അതുപോലെയാണ് എല്ലാം. മോനെ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. താങ്ക് യു സാർ. രവിയേട്ടൻ്റെ ഈ പാട്ടിനെ കുറിച്ചിട്ട് നീ പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ രവിയേട്ടൻ കമ്പോസ് ചെയ്തതിനെ കുറിച്ചിട്ട് എന്തൊരു മനോഹരമായിട്ടുള്ള അല്ലേ, ഈ രാഗത്തിൽ, ശുഭവന്തരാളി രാഗത്തിൽ ഇത്രയും ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനൊക്കെ പാടാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പാട്ട്, ഇത് കോമ്പറ്റീഷനൊക്കെ പിന്നീട് വന്നതാണല്ലേ. പക്ഷെ അന്നേ ഈ പാട്ട് ഇങ്ങനെ അത് കോമ്പറ്റീഷന് വേണ്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങളിപ്പോൾ കോമ്പറ്റീഷന് മാർക്ക് കിട്ടാൻ വേണ്ടി ഇത് പാടുന്നത് അല്ലേ, ഒരു അതിൽ ഒത്തിരി ജിമിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട്, കഷ്ടപ്പാടുള്ളത് കൊണ്ട്. പക്ഷെ അന്ന് ആ സിറ്റുവേഷൻ അത്രയും ആപ്റ്റായിട്ട് ഇമോഷണൽ കണ്ടന്റാണ് ഇതിൻ്റെ അപ്പുറത്ത്. ആ പടത്തിൻ്റെ ആ സീൻ കണ്ടാലറിയാം എങ്ങനെയാണിത് ഈ പാട്ട് കൺസീവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നീ പാടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് നീ വളരെ കൂളായിട്ടാണ് പാടിയത് കേട്ടോ. അങ്ങനെ ഒരു സ്ട്രെയിൻഫുള്ളായിട്ട് നന്നായിട്ട് സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
കുറച്ച് കുറച്ചാ നാണം വന്നു അവന്. കുറച്ചൊക്കെ. അങ്ങനൊന്നും ചോദിക്കലാണ് അവന് നാണിക്കും. അഭിനവ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശരി സാർ. കുറച്ചല്ല, കുറെ അധികം പഠിക്കണം. ശരി സാർ. അപ്പൊ എല്ലാ ഉയർച്ചകളിലേക്കും എത്താൻ സാധിക്കും. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. Okay. മഞ്ജരി ചേച്ചി. അഭിനവ് എന്തോ മാം. നന്നായി പാടി. Thank എനിക്ക് you, ma'am. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രായത്തില് മോന്റെ വോയിസിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. ആ വോയിസ് ക്ലാരിറ്റി ശരിക്കും ഇത്തരത്തിലുള്ള പാട്ടുകൾക്ക് നല്ല ഭംഗിയാണ്. അതും തുടക്കം മുതൽ ഒടുക്കം വരെ നല്ലൊരു എന്താ പറയാ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ വോയിസിലൂടെ മോനങ്ങ് ആ പാട്ട് കൊണ്ടുപോയി. പിന്നെ എനിക്കിതിൽ തോന്നിയത് ഏതോ ഒരു വരി മാത്രം, ഏതോ ഒരു വാക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോടാ? ജലഗന്ധസൂന അവനറിയാൻ മിണ്ടാണ്ടിരിക്ക. ജലഗന്ധ എന്താ പാടിയത്? ഗളഗന്ധ. എന്താ അത്? ജലത്തിൽ വീണ സൗണ്ട് ആണോ? ആണോ? അനർഗളം എന്നൊക്കെ പറയത്തില്ല. നിർഗളം. ജലഗന്ധസൂന. ഇത് ആര് സെലക്ട് ചെയ്തതാ? ഇത് ഞാനും അമ്മയച്ഛനും ഗ്രൂമേഴ്സും. ഞാനും അമ്മയച്ഛനും ഗ്രൂമേഴ്സും ഒരു ഒരു മഹാസമ്മേളനത്തിൽ ഉള്ള ആളുകളുണ്ടായിരുന്നു. ചർച്ച ചെയ്ത ഞാനും അമ്മ അച്ഛനും ഗ്രൂമേഴ്സും എല്ലാരും കൂടി. പക്ഷെ ഒരു ഉഗ്രൻ സെലക്ഷൻ എന്തായാലും. ഇതിന്റെ ആ രാമാ എന്നുള്ള ലാസ്റ്റ് വിളി കേൾക്കാനാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. ഈ പ്രേക്ഷകര് പോലും ആരിത് വേദിയിൽ പാടുമ്പോഴാ രാമ എന്നുള്ള പോർഷൻ എത്തുമ്പോഴത്തേക്കാണ് അവരുടെ ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ്. ആ സിനിമയിലേക്ക് നമ്മളങ്ങ് ഇറങ്ങിച്ചെല്ലും. ലാസ്റ്റ് ആ ലാലേട്ടൻ അവനെ അഭിനയിക്കുന്നത്, പിന്നെ ദാസങ്കളുടെ ശബ്ദം, ആഹാ മനോഹരം. അഭിനവ് ഫാന്റാസ്റ്റിക്, ഉഗ്രൻ ചോയ്സ് ഓഫ് സോങ്. അസലായിട്ട് പാടുകയും ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അഭിനവ് പാടുന്നത് ഞാനിപ്പോൾ എനിക്കൊന്നും ഒരുപാട് കേട്ടിട്ടില്ല. പക്ഷെ കേട്ട പാട്ടുകളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പോൾ അത് കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. വിളിച്ചതാണ്. പറഞ്ഞോ. മക്കളെ, അവസാനത്തെ രാമ അയക്കാത്തുള്ള ഒരു പ്രത്യേകത എന്താണ്? ഇപ്പൊ മഞ്ജരി പറഞ്ഞില്ലേ, ഒരു രാമ എന്നുള്ള ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. എന്താണ് അതിന്റെ ഒരു നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രത്യേകത? അത് സങ്കടം കൊണ്ട് പാടുന്നത്. ഇത് മൊത്തം സങ്കടമാണ്. ആദ്യം പോലെ സങ്കടമാണ്, പെട്ടെന്ന് സന്തോഷിച്ചിട്ട് പിന്നെ സങ്കടമാകുന്നതാണ്. ഇത് മൊത്തം സങ്കടമാണ്, ഒരു ടെൻഷനും സങ്കടവും എല്ലാം കൂടെ ആണ് ഇത്. കാര്യം കുടുംബക്കാരെ അറിയിച്ചുകൂടാ എന്താണ് നടന്നതെന്നുള്ളത്, അതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ. അപ്പൊ അത് മുഴുവൻ ആ സങ്കടമാണ് സത്യത്തിൽ. ഈ രാമ എന്നുള്ളതിന് മ്യൂസിക്കലി എന്താണ് അതിന്റെ ഒരു അറിയില്ല. ഒന്ന് പാടി നോക്കേ. നമ്മുടെ രാമ ശ്രീരാമ രാമ രാമ എല്ലാ മംഗളവും ഭവിക്കട്ടെ മോനെ. കാര്യം എനിക്കത് മുകൾ പാടിയപ്പോൾ കുറച്ച് ചേരായിക ഉണ്ടായിരുന്നു. പാടിയപ്പോൾ അതൊന്ന് പാടിച്ച് ഞാൻ ശരിയാക്കി. അപ്പൊ ഇന്നാകുമ്പോൾ നീ പാടിക്കോളുമല്ലോ, നിന്നങ്ങ് പാടും ഐശ്വര്യമായിട്ട്. ആണോ മക്കളെ? അത് നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ശരി, സൂപ്പർ കേട്ടോ, അത് സൂപ്പർ. അതുകൊണ്ട് മോൻ സസ്റ്റെയിൻ ചെയ്ത് ആ നിർത്തിയാക്കുന്നത് നല്ലതായിരുന്നു. താങ്ക് യു സാർ. മാർക്ക് തരത്തില്ല, നല്ലത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ചേച്ചി. ഓക്കെ അഭിനവ്, എന്താണ് പ്രതീക്ഷ? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താ പ്രതീക്ഷ? പ്രതീക്ഷ അസ്ഥാനത്താവരുത് മോനെ. ഓരോരുത്തരും ഓരോ കമന്റ്സ് അല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞ കമന്റ്സ് വെച്ചിട്ട് എന്താണ് തോന്നുന്നത്? ചെറിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും 10 ഏകദേശം എത്ര ആയിരിക്കും? ഒരു 8.5. അതാണ് പ്രതീക്ഷ? ഇതാണോ പ്രതീക്ഷ? പ്രതീക്ഷ ഞാൻ അത്രക്കേ പറഞ്ഞിട്ടുള്ളൂ. അത്യാഗ്രഹം ആപത്തല്ലേ ചേച്ചി? എന്നാ പിടിച്ചോ 9. ശരത് സർ എന്താ മനസ്സിലിരിപ്പ്? സാറും 9 ഞാൻ പറയില്ല. നീ പോടെ അടുത്ത്. നിനക്ക് 8.8. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. അവസരം പറ്റും സർ. അണ്ണാച്ചി ചുരുട്ടി മടക്കി ഇട്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, ടോട്ടൽ 17.8. അടിപൊളി. ഓക്കെ, ബാക്കി 2 റൗണ്ട്സും നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.